മീനു എം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുകയും ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയ വൈറൽ ഡിസീസും ബാക്ടീരിയൽ ഡിസീസും എന്താണെന്ന് നോക്കി. ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഡിസീസുകളെക്കുറിച്ചുള്ള വീഡിയോസ് ലഭ്യമാകണമെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ഇന്ന് നമുക്ക് അതിലുൾപ്പെട്ട ഫംഗൽ ഡിസീസുകളെക്കുറിച്ച് പഠിക്കാം. ഫംഗൽ ഇൻഫെക്ഷൻ, ഓൾസോ കോൾഡ് മൈക്കോസിസ്, എ ഫംഗസ് ദാറ്റ് ഇൻവേഡ്സ് ദ ടിഷ്യൂ, ക്യാൻ കോസ് എ ഡിസീസ് that confined to the skin, spread into tissue, bones and organs or affects the whole body. ചർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫംഗസ് ടിഷ്യൂകളിലേക്കും എല്ലുകളിലേക്കും അവയവങ്ങളിലേക്കും പടരുകയോ ശരീരത്തെ മുഴുവൻ ബാധിക്കുകയോ ചെയ്യുന്ന ഒരു രോഗത്തിന് കാരണമാകും. ഫസ്റ്റ് വൺ, അത്ലറ്റ് ഫുഡ്, എ ഫംഗൽ ഇൻഫെക്ഷൻ ദാറ്റ് യൂഷ്വലി ബിഗിൻസ് ബിറ്റ്വീൻ ദ ടോസ്. കാൽവിരലുകൾക്കിടയിലുണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് അത്ലറ്റ് ഫുഡ്. വൈദ്യശാസ്ത്രത്തിൽ ടീനിയ പീഡിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ ഇതിനെ വളങ്കടി എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, റിംഗ്വേം, വട്ടച്ചൊറി അഥവാ പുഴുക്കടി, എ ഹൈലി കോണ്ടാജിയസ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് സ്കാൽപ്. പ്രായഭേദമന്യേ നല്ലൊരു ശതമാനം ആളുകളിലും സാധാരണയായി കണ്ടുവരുന്നതും വളരെ വേഗം പടർന്നു പിടിക്കുന്നതുമായ ഒരു ഫംഗസ് രോഗമാണ് വട്ടച്ചൊറി അഥവാ പുഴുക്കടി. നെക്സ്റ്റ് വൺ, ടീനിയ വെർസിക്കളർ, ഓൾസോ കോൾഡ് പിട്രിയാസിസ് വെർസിക്കളർ, എ കോമൺ ഫംഗൽ ഇൻഫെക്ഷൻ ദാറ്റ് കോസസ് സ്മോൾ ഡിസ്കളേർഡ് പാച്ചസ് ഓഫ് സ്കിൻ. പൂപ്പൽ വർഗത്തിലുള്ള മാലസീസിയ ഗ്ലോബോസ, മാലസീസിയ ഫർഫർ എന്നീ അണുക്കൾ മൂലമുണ്ടാകുന്ന ചർമ്മരോഗമാണ് ചുണങ്ങ് അഥവാ തേമൽ. നെക്സ്റ്റ് വൺ, ആസ്പർജില്ലോസിസ്. ആസ്പർജില്ലോസിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ എ ടൈപ്പ് ഓഫ് മോൾഡ് ഓർ ഫംഗസ്. ആസ്പർജില്ലസ് എന്ന പൂപ്പൽ മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് ആസ്പർജില്ലോസിസ്. ആസ്പർജില്ലോമ എന്നും ഇതറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, കാൻഡിഡിയാസിസ്. കാൻഡിഡിയാസിസ് ഓൾസോ കോൾഡ് ഈസ്റ്റ് ഇൻഫെക്ഷൻ, എ ഫംഗൽ ഇൻഫെക്ഷൻ typically on the skin or mucous membrane caused by candida. ഏതെങ്കിലും തരത്തിലുള്ള കാൻഡിഡ അഥവാ ഈസ്റ്റ് മൂലമുണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ് കാൻഡിഡിയാസിസ്. നാക്കിലോ വായുടെയും തൊണ്ടയുടെയും ചില ഭാഗങ്ങളിലോ ഉണ്ടാകുന്നു. ത്രഷ് എന്നും ഇതറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഒണിക്കോമൈക്കോസിസ്, നെയിൽ ഫംഗസ്, എ നെയിൽ ഫംഗസ് കോസിംഗ് തിക്കൻഡ് ബ്രിറ്റിൽ ക്രംബ്ലി ഓർ റാഗ്ഡ് നെയിൽ. ഇത് ടിനിയ അൻഗുയം എന്നും അറിയപ്പെടുന്നു. നഖത്തിലെ ഒരു ഫംഗസ് അണുബാധയാണിത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നന്ദി.